വരാം. കറാച്ചിയിൽ ഇന്ന് അമേരിക്കൻ എംബസിക്ക് നേരെ അല്പസമയം മുമ്പാണ് ആക്രമണം ഉണ്ടായത്. അത് ഖമനയുടെ വധത്തിന് ശേഷം, വിവരം വെളിയിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രകടനം ഉണ്ടായത്. കറാച്ചിയിൽ പ്രകടനം നടത്തിയ ആളുകൾ കറാച്ചിയിൽ അമേരിക്കൻ എംബസിയിലേക്ക് കടന്നു കയറി എംബസി കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും തീയിടുകയുമാണ് ചെയ്തത്. അജയ് സുധ ബിജു ചേരുകയാണ് വിവരങ്ങളുമായി. അജയ്, ഷിയ വിഭാഗം വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. കശ്മീരിലും പ്രകടനം കണ്ടതാണ് ഷിയ മുസ്ലിങ്ങളുടെ. അവർ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഖമനേയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ കറാച്ചിയിൽ എന്താണ് സംഭവിച്ചത്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ടോ? മഞ്ജുഷ്, ഇപ്പോൾ പുതുതായിട്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന വിവരമാണ് 6 പേർ അവിടെ ഈ കറാച്ചിയിൽ ഈ കോൺസുലേറ്റ് കൈയടക്കാൻ ശ്രമിച്ചതിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു മറ്റ് ഗത്യന്തരമില്ലാതെ. ഈ വെടിവയ്പ്പിലാണ് 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 30-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് നിലവിൽ വിവരം ലഭിക്കുന്നത്. പാകിസ്ഥാനിലുള്ള ഈദി റെസ്ക്യൂ സർവീസാണ് ഇത്തരത്തിൽ ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. അത് അൽ ജസീറയാണ് മറ്റ് അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ഷിയ ഗ്രൂപ്പുകളുടെ പ്രതിഷേധങ്ങൾ കറാച്ചി നഗരത്തിലുണ്ടായിരുന്നു. കറാച്ചി നഗരത്തിൽ പല ഭാഗത്തു നിന്ന് മാർച്ചായിട്ട് ഈ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ ഈ പ്രതിഷേധക്കാർ പാഞ്ഞടുക്കുകയായിരുന്നു. തുടർന്ന് ഈ പോലീസിനെ അവർ ഓവർടേക്ക് ചെയ്ത് പോലീസിന്റെ ബാരിക്കേഡ് എല്ലാം മറികടന്ന് അവർ ഈ ബിൽഡിങ്ങിലേക്ക് കടക്കുകയായിരുന്നു. ബിൽഡിങ്ങിന് പുറത്ത് ഇവർ കമ്പുകളും വടികളും ഉപയോഗിച്ചുകൊണ്ട് ഗ്ലാസുകളും മറ്റും തകർത്ത് കെട്ടിടത്തിനകത്ത് കടന്ന് കെട്ടിടത്തിന് തീ കൊളുത്തുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുൾപ്പെടെ ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പോലീസ് കഠിന ശ്രമം ഇരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കോൺസുലേറ്റിലുള്ള ചില ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇവരുടെ മറ്റ് വിശദാംശങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. ചില ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇവിടെ നിന്ന് വരുന്നത്. എന്തായാലും ഒരു ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഷിയ ഗ്രൂപ്പുകളുടെ പ്രതിഷേധം ഇപ്പോഴും കറാച്ചിയിൽ വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കാശ്മീരിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീനഗറിൽ ഉൾപ്പെടെ വിവിധ ഈ ഷിയ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടന്നിരുന്നു. ഇപ്പോൾ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ലോകമെമ്പാടും ഇപ്പോൾ വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. മഞ്ജുഷ്, ശരി. അജയ് സുധ ബിജുവാണ് കറാച്ചിയിലെ വിവരം നൽകിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ കറാച്ചിയിലാണ് ഇങ്ങനെ അമേരിക്കൻ എംബസി കയ്യേറി ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയവർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമത്തിലേക്ക് വഴിമാറുന്ന കാര്യവും ഉണ്ട്. ഇറാനിലെ പരമോന്നത നേതൃത്വം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭരണകൂടത്തിലെ മുതിർന്ന ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഇറാനിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യമാണ് അറിയുവാൻ ബാക്കിയുള്ളത്. അതേസമയത്ത് തന്നെ ഇറാൻ ഇതും കൂട്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ അതേസമയത്ത് തന്നെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന് നേരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. 2 കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഖമനേയി കൊല്ലപ്പെട്ട വാർത്ത സ്ഥിരീകരിച്ചതിന് ശേഷം ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് തുടങ്ങിവെച്ചത് നിങ്ങളാണ്, പക്ഷേ നിർത്തുന്നത് ഞങ്ങളായിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ യുദ്ധം നിർത്തില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇറാൻ പറയുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കമാണ് നടത്താൻ പോകുന്നത്, അത് വിനാശകരമായിരിക്കും എന്നുള്ള കാര്യമാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. അതേസമയത്ത് തന്നെ മണ്ടത്തരമാണ് കാട്ടുന്നതെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന് നിർത്തില്ല, ഇറാനെ തീർക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തണം എന്ന് ഇറാന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെയും UAE-യിലും അതുപോലെ തന്നെ ഖത്തറിലും ബഹ്റൈനിലും ആക്രമണങ്ങൾ നടത്തുകയാണ് ചെയ്തത് ഇറാൻ. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ അപലപിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും വിവിധ ഗൾഫ് രാജ്യങ്ങൾ തേടിയിട്ടുമുണ്ട്. നിർത്തണം ഇറാൻ ഞങ്ങളുടെ മേൽ ആക്രമണം നടത്തുന്നത് എന്നുള്ള കാര്യമാണ്. പക്ഷേ അമേരിക്കൻ സൈനിക താവളങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ആക്രമണം നടത്തും എന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതിന്റെ ഭാഗമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട്. രഞ്ജിത്ത്, നമ്മൾ മജ്തബ ഖമനയുടെ കാര്യമാണ് പറഞ്ഞു നിർത്തിയത്. എന്തായാലും ഈ ഭരണമാറ്റത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന് ഇനിയും സമയമെടുക്കും എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. പക്ഷേ അതിനിടെ ഈ തരത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണെങ്കിൽ മറ്റ് വഴികൾ കൂടി ആലോചിക്കേണ്ടി വരുമല്ലോ. അവിടെയാണല്ലോ അമേരിക്കയുടെ പാവ സർക്കാർ എന്നുള്ള കാര്യം വരുന്നത്. ശക്തമായ പ്രതിഷേധം ഖമനയുടെ വധത്തിൽ
ഇറാനിൽ ഉള്ളതുപോലെ തന്നെ ഖമനേയി കൊല്ലപ്പെട്ടതിലുള്ള സന്തോഷ സൂചകമായിട്ടും ഇറാനിൽ പ്രകടനങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ ഇരു വിഭാഗവും ഒരേപോലെ ശക്തരാണല്ലോ ഇറാനിൽ. അതായത് ഒരു ശക്തമായ ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഇറാൻ പോകും കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടതുപോലെ. ആ കാര്യം കൂടി ഉണ്ടല്ലോ ഇറാനിൽ. അജയ് തീർച്ചയായിട്ടും ഇറാനിൽ ഒരു സംഘർഷ സാധ്യത അത് നേരത്തെ തന്നെ ഇപ്പോൾ നിലവിലുള്ളതാണ്. നേരത്തെ നമ്മൾ മുൻപ് പല ആവർത്തി നമ്മൾ കണ്ടിരുന്നു ഡെത്ത് ടു ദ സുപ്രീം ലീഡർ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവിടെയുള്ള യുവാക്കളും അതുപോലെ തന്നെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു സംഘം പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഖമനയുടെ മരണം സ്ഥിരീകരിച്ച ആദ്യ മണിക്കൂറുകളിൽ ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാർ തന്നെയാണ് തെരുവിലേക്ക് ഇറങ്ങി വലിയ തരത്തിലുള്ള ആഹ്വാനങ്ങൾ ടെഹ്റാനിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അവിടെ യാഥാസ്ഥിതികരായിട്ടുള്ള വലിയ ഒരു ജനവിഭാഗം ഇപ്പോഴുമുണ്ട്. അവർ പിന്നീട് തെരുവിലിറങ്ങുകയും വലിയ രീതിയിൽ ഈ ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും ഉൾപ്പെടെ ചെയ്തിരുന്നു. അതിലേറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ കാണാൻ സാധിച്ച കാഴ്ചയാണ്. ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരത്തിൽ ഏതാണ്ട് 1000-ലധികം ജനങ്ങൾ ഈ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇറാനിൽ കാണാൻ സാധിച്ചു. അതായത് പ്രതിഷേധക്കാർ എത്രയാണോ അതുപോലെ തന്നെ അവിടെ പുതിയ രീതിയിൽ ചിന്തിക്കുന്ന, അവിടെ ഒരു മാറ്റം വേണമെന്ന്, ഇറാനിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുതിയ വിഭാഗം ജനങ്ങൾ എത്രമാത്രമുണ്ടോ അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് ഉള്ളത് UAE-യുടെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നതാണ്. UAE-ക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ചെറുതല്ല എന്നതിന്റെ സൂചനയാണ് UAE-യുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്ന വിവരം. ശനിയാഴ്ച, അതായത് ഇന്നലെ, ഇറാന്റെ 137 മിസൈലുകൾ, 209 ഡ്രോണുകൾ, അതാണ് UAE-ക്കെതിരെ ആക്രമണം നടത്തിയത് എന്നാണ്. അതായത് ചെറിയ ആക്രമണമല്ല ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് UAE-യുടെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ഇതിൽ ഒട്ടുമിക്കവയും നാമാവശേഷമാക്കാൻ UAE-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്രമണം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അജയ്, തുടരാം. അതെ, തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു ആക്രമണം തന്നെ ഈ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UAE-യിൽ ഉൾപ്പെടെ പ്രധാനമായിട്ടും ഈ ഇറാൻ ആക്രമണത്തിന് വിധേയമാക്കിയ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അത് വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. UAE തങ്ങളുടെ വികസനത്തിന്റെ പ്രതീകമായി അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന പ്രധാന സ്ഥലങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. UAE-യിലുള്ള ബുർജ് അൽ അറബ് കെട്ടിടത്തിന്റെ സമീപം തീപിടുത്തമുണ്ടായി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആക്രമണം നടത്തി. ജബൽ അലി തുറമുഖത്തിൽ ആക്രമണം നടത്തി. സായിദ് അലി വിമാനത്താവളം ആക്രമണത്തിന് വിധേയമാക്കി. അതിനു മുമ്പ് കറാച്ചിയിലെ ദൃശ്യങ്ങളാണ്. കറാച്ചിയിൽ അമേരിക്കൻ എംബസി കയ്യേറുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. CNN ന്യൂസ് 18 എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഫസ്റ്റ് വിഷ്വൽസ് ആണ്. അമേരിക്കൻ എംബസി കയ്യേറുന്ന ഇറാൻ അനുകൂലികളുടെ പ്രകടനത്തിനിടെ കറാച്ചിയിലെ അമേരിക്കൻ എംബസി കയ്യേറുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അവിടെ പ്രകടനം നടത്തിയ ആളുകളാണ് പെട്ടെന്ന് എംബസിയിലേക്ക് ഇരച്ചു കയറി അവിടെ അക്രമാസക്തരാവുകയും അവിടെ കെട്ടിടം നശിപ്പിക്കുകയും കെട്ടിടത്തിന് തീയിടുകയും ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കറാച്ചിയിലെ ദൃശ്യങ്ങളാണ്. അജയ്, കറാച്ചിയിലെ നിസ്സാരമായ ഒരു സംഭവം അല്ലല്ലോ ഇത്. അതീവ ഗുരുതരമായ ഒരു സംഭവമായിട്ട് കറാച്ചിയിലെ ഈ അമേരിക്കൻ വിരുദ്ധ പ്രകടനം മാറിയിരിക്കുകയാണല്ലോ. അമേരിക്കൻ എംബസിക്ക് സാരമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ കിട്ടുന്ന പുതിയ വിവരങ്ങൾ? കെട്ടിടത്തിന് വളരെ കാര്യമായിട്ടുള്ള നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന് മുൻവശത്തുള്ള ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയും വാതിലുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഈ അക്രമികൾ കെട്ടിടത്തിനകത്തേക്ക് കടന്നുകൂടുകയും കെട്ടിടത്തിനകത്ത് തീയിടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇപ്പോൾ ഈ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയിട്ടുണ്ട്. പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർവാതകം ഉൾപ്പെടെ പ്രയോഗിച്ചെങ്കിലും ഇവർ അടങ്ങുന്ന നിലയുണ്ടായിരുന്നില്ല. രാവിലെ മുതൽ തന്നെ കറാച്ചി നഗരത്തിൽ പ്രതിഷേധം
കേന്ദ്രീകരിച്ചിരുന്നു. പല റോഡുകളും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ പോലീസ് ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പല ഭാഗത്തു നിന്നായിരുന്നു ഈ പ്രതിഷേധക്കാർ ഈ കോൺസുലേറ്റിന് നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. അത് അവസാനം പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും കെട്ടിടത്തിലേക്ക് ഇവർ ഇരച്ച് കയറുകയുമായിരുന്നു. ഇത്തരത്തിൽ നടന്ന വെടിവയ്പ്പിലാണ് 6 പേർ കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. പക്ഷേ ഇവരെ ഇപ്പോഴും അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട്. 30-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാനിലുള്ള ഈദി റെസ്ക്യൂ സർവീസാണ് നിലവിൽ ഉള്ള സ്ഥിതിഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ വഴിയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ പതിച്ച് 40 കെട്ടിടങ്ങൾക്ക് നേരിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഏതാണ്ട് 200ഓളം തദ്ദേശീയരെ ഇവിടെ നിന്ന് ഈ കെട്ടിടങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. പക്ഷേ ഈ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഒരു സ്ത്രീയുടെ മരണം മാത്രമാണ്. മറ്റ് ഏതാണ്ട് 200ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മരണം സ്ഥിരീകരിക്കുന്നത് ഒരാളുടേത് മാത്രമാണ്. കൂടുതൽ പേർ മരിച്ചതായിട്ട് ഇസ്രായേൽ പറയുന്നതില്ല. ഇതിനിടയ്ക്ക് ഇസ്രായേൽ ഇറാനിലേക്ക് കൂടുതൽ ഒരു എയർ സ്ട്രൈക്കുകൾ നടത്താനായിട്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ടുള്ള പുതിയ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ നേരത്തെ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ പുതിയ മിലിറ്ററി ഇൻ ചീഫിനെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ ഒരു തലത്തിലുള്ള ആക്രമണം അവിടെ തുടങ്ങിയത്. പുതിയ മിലിറ്ററി ഔദ്യോഗികമായിട്ട് വിവരമനുസരിച്ച് 40 കെട്ടിടങ്ങൾക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ടെൽ-അവീവിലെ 40 കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. 200-ലധികം ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. മറ്റ് കാഷ്വാലിറ്റികളുടെ കാര്യം എന്തായാലും അജയ് പറയുന്നില്ല അല്ലേ? ഇതുവരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ മരണം സംഭവിച്ചു എന്നുള്ള കാര്യം ഇതുവരെ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം 40 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നും 200-ലധികം ആളുകൾക്ക് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുമുള്ളതാണ്. ഇതാണല്ലോ വലിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു സ്ത്രീയുടെ മരണം മാത്രമാണ് ഇതുവരെ ഉള്ളതിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരു 9 നില കെട്ടിടത്തിലേക്ക് ആക്രമണം നടന്നതിൽ ഒരു സ്ത്രീക്ക് സാരമായി പരിക്കേറ്റ് അവർ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. മറ്റ് കാഷ്വാലിറ്റീസ് ഒന്നും നിലവിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പലർക്കും പരിക്കേറ്റതായിട്ട് ഉൾപ്പെടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ടെൽ-അവീവിലുള്ള 3 ഹോട്ടലുകളിൽ ആക്രമണം നടന്നതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അൽ ജസീറയും പിന്നെ റോയിറ്റേഴ്സ് ഉൾപ്പെടെ പല മാധ്യമങ്ങളും ടെൽ-അവീവിൽ നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ പല ഫോട്ടോകൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ആ ഫോട്ടോകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ കടുത്ത രീതിയിലുള്ള ആക്രമണം തന്നെ അവിടെ പല കെട്ടിടങ്ങൾക്ക് നേരെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കാൻ. ഇനി ഔദ്യോഗികമായി അവർ ഇനി മരണസംഖ്യ ഉൾപ്പെടെ ഇനി പുറത്തുവിടേണ്ടതുണ്ട്. കടുത്ത രീതിയിൽ അവർ ഒരു പ്രത്യാക്രമണം നിലവിൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത്. അവരുടെ IRGCയുടെ പുതിയ കമാൻഡർ ഇൻ ചീഫായിട്ട് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദി ചുമതലയേറ്റതിന് ശേഷം ഇസ്രായേലിൻ്റെയും US-ൻ്റെയും പശ്ചിമേഷ്യയിലുള്ള 27 സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ വലിയൊരു ആക്രമണം തന്നെ നടത്തിയിരുന്നു. ഇതിൽ ചെറിയ തോതിലെങ്കിലും US-ന് ഒരു പരിക്കേൽക്കുന്ന സ്ഥിതിഗതികൾ ഉണ്ടായി. അത് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രംപിന്റെ ഏറ്റവും പുതിയ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നത് ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കുന്നു. ഇറാൻ മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് നിലവിൽ നടത്തുന്നത്. ഇത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ വലിയൊരു ഫോഴ്സായി അവരെ തിരിച്ചടിക്കും, അവരെ ഉന്മൂലനം ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ഭീഷണി കലർന്ന സ്വരത്തിൽ ട്രംപ് പുതിയൊരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഈ പോസ്റ്റും ഈ 27 കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ ഇറാനും ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. പക്ഷേ ഇറാന് തക്കതായിട്ടുള്ള തിരിച്ചടികൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള 30 പ്രവിശ്യകളിലും ഇറാൻ
ഇറാനകത്തുള്ള 30 പ്രവിശ്യകളിലും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും വടക്കൻ മേഖലകളിലും പടിഞ്ഞാറൻ മേഖലകളിലുമാണ് ഈ ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. തെക്കൻ മേഖലകളിലും ചെറുതല്ലാത്ത രീതിയിൽ ആക്രമണമുണ്ട്. മിനാബിലെ ഈ സ്കൂളിൽ ആക്രമണം നടന്നത് അത് ഇറാനിലെ തെക്കൻ മേഖലയിലുള്ള ഒരു പ്രവിശ്യയാണ് മിനാബ് എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു എലിമെന്ററി സ്കൂളിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. 148 കുട്ടികളാണ് ഈ ആക്രമണത്തിൽ മരിച്ചത്. ഇസ്രായേൽ എയർഫോഴ്സ് തന്നെ സ്ഥിരീകരിക്കുന്നത് 1200 ബോംബുകൾ ഇറാനിൽ ഇതിനോടകം തന്നെ വിക്ഷേപിച്ച് കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ